ഈ വീഡിയോയിൽ നമുക്ക് വേദിക് ഏജിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നോക്കിയതായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെയോ ഇല്ലാതായി, അതായത് ഡിക്ലൈൻ ആവുകയും ആര്യന്മാരുടെ ഇൻവേഷൻ മൂലമാവാം IBC ഇല്ലാതായത് എന്നൊക്കെ നമ്മൾ അതിൽ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ ആര്യന്മാർ ആരാണ്, എന്താണ് വേദിക് ഏജിൻ്റെ പ്രത്യേകതകൾ എന്ന് മനസ്സിലാക്കുക. വേദിക് ഏജ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് തന്നെ ഉണ്ട്, എന്താണ്, വേദങ്ങളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. വേദിക് ഏജ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ഏർലി വേദിക് ഏജ്, അതുപോലെ തന്നെ ലേറ്റർ വേദിക് ഏജ്. ഏർലി വേദിക് ഏജ് എന്ന് പറയുന്നത് 1500 BC മുതൽ 1000 BC വരെയുള്ള ഒരു കാലഘട്ടമാണ്. അടുത്ത ഒരു 400 വർഷം 1000 BC മുതൽ 6000 BC വരെയുള്ള കാലത്തെ ലേറ്റർ വേദിക് ഏജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു വേദിക് ഏജിലാണ് ആര്യന്മാരുടെ ഇൻവേഷൻ. ആര്യന്മാർ എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഗ്രൂപ്പായിരുന്നു. അവർ മെയിൻലി പശുക്കളെ എല്ലാം വളർത്തിയിരുന്ന ഒരു പാസ്ട്രൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ആൻഡ് ദേ വർ മെയിൻലി കമ്മിങ് ഫ്രം സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിലെ സ്റ്റെപ്പേസിൽ നിന്ന്, സ്റ്റെപ്പേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുൽമേടുകളാണ് അല്ലേ. അവിടുത്തെ ഒരു സദേൺ റഷ്യ ആ ഒരു ഏരിയയിൽ നിന്ന് പതുക്കെ നോർത്ത് വെസ്റ്റ് റീജിയൻ കടന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇവർ വരികയാണ്. ദേ ആർ മെയിൻലി ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു, ഭാഷാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ഓക്കെ, ആൻഡ് ഇവരെക്കുറിച്ചുള്ള കുറേ പരാമർശങ്ങൾ സെൻട്രൽ ഏഷ്യയിലെ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്റ്റെപ്പയിൽ നിന്നാണ് അവർ വരുന്നത് എന്നുള്ളതിൽ ചെറിയ കോൺട്രവേഴ്സീസ് ഉണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും തന്നെ അവരൊരു ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിരുന്നു. അവർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന നോർത്ത് വെസ്റ്റ് ഏരിയയിലൂടെയായിരുന്നു. അവർ ഇൻഡോ ആര്യൻസ് അല്ലെങ്കിൽ ആര്യൻസ് എന്ന് അവരെ വിശേഷിപ്പിക്കാം. അവർ വന്നത് 1500 BC കാലഘട്ടത്തിലാണ്. അങ്ങനെ പതിയെ അവർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ വന്നിട്ട് അവരിങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ഓക്കെ, ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഋഗ്വേദം എഴുതിയിരിക്കുന്നത്. വേദങ്ങളെല്ലാം എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഋഗ്വേദം എഴുതിയിട്ടുള്ള കാലഘട്ടമാണ്. ഋഗ്വേദം എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള വേദമാണ് അല്ലേ. അപ്പോൾ ഈ വേദം എന്ന് പറയുന്നതിൽ ഒരുപാട് മന്ത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിൽ ഋഗ്വേദത്തിൽ തന്നെ 10 മണ്ഡലങ്ങളും, അതായത് ചാപ്റ്റേഴ്സ്, അതിന് 1028 ഹിംസും 10465 ശ്ലോകങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഈ യുനെസ്കോൻ്റെ മാസ്റ്റർ പീസ് ഓഫ് ദ ഓറൽ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഹ്യൂമാനിറ്റിയിൽ ഈ പറയുന്ന വേദിക് ചാൻറ്റിങ് എന്ന് പറയുന്നത് ഇടം നേടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ മനസ്സിലാക്കി വെക്കാം. പല ഋഗ്വേദിക് ടെക്സ്റ്റുകളും ഹിംസുകളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ പല റിവേഴ്സിൻ്റെയും പരാമർശം. ഓക്കെ, ഇന്നത്തെ പല റിവേഴ്സിൻ്റെയും പഴയ പേരുകൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻഡസിനെ സിന്ധു, ഇപ്പോഴത്തെ ചേലമായിരുന്നു അതിൽ പരാമർശിച്ചിട്ടുള്ള വിതാസ്ത. ചെനാബും രവിയും അസ്കിനിയും പൗരുഷിനിയും എന്ന് അറിയപ്പെട്ടു. ബീസും സത്ലജും ബിബാസിയും സാത്രുതിയുമായിരുന്നു. അതുപോലെ തന്നെ ഗാഗർ എന്ന് പറയുന്നത് സരസ്വതി നദിയുടെ പേരുമായിരുന്നു. കാബുൽ എന്ന് പറയുന്നത് കുബ എന്ന് പറയുന്ന നദിയായിരുന്നു. സരസ്വതിനെ നദിതാംബ എന്നാണ് പറഞ്ഞിരുന്നത്. സോ ദീസ് വർ ദ ഡിഫറെൻറ്റ് റിവേഴ്സ് ദാറ്റ് വാസ് ഫ്ലോയിങ് ആ ഒരു സമയത്തിൽ. ഏർലി വേദിക് ഏജിലുള്ള കുറേ വേദത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന പേരുകളാണ് ഈ പറയുന്നത്. ഇതെല്ലാം PYQs ആണ് കേട്ടോ. അതെല്ലാം PYQയിൽ ചോദിച്ചിട്ടുണ്ട്. രവി, പൗരുഷയൊക്കെ ശരിക്കും പറയുന്നത് കുറേ എണ്ണത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ആ ഒരു ആര്യന്മാർ വന്ന് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി, ഇവിടെ ഒരു സെറ്റിൽമെൻ്റ് ഒക്കെ ആയി അവരുടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ അവരുടെ മെയിനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു ട്രൈബൽസ് ആയിരുന്നു. കാറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രൈബൽസ് ആയിരുന്നു, ഒരു ഗ്രൂപ്പായിരുന്നു. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളക്റ്റീവായിട്ടുള്ള ട്രൈബൽസിനെ അറിയപ്പെടുന്നത് ജന എന്നും അവരുടെ ലീഡറിനെ രാജന എന്നും അറിയപ്പെട്ടു. ഓക്കെ, അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനെ കുലമാണ്. കുലം ഹെഡ് ചെയ്തൊരു കുലപതിയാണ്. അതുപോലെ തന്നെ ആ കുലം എല്ലാം കൂടി ചേർന്നിട്ട് ഒരു വില്ലേജ് എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ട്, അതാണ് ഗ്രാമം. ഗ്രാമത്തിൻ്റെ ഹെഡ് ഗ്രാമിനിയായിരുന്നു. അതിന് മേലെ ഒരു വിസ് അല്ലെങ്കിൽ വിസ്പതി എന്ന് പറയുന്ന ഒരു പ്രോവിൻഷ്യൽ ലെവലൊരു സെറ്റപ്പും കൂടി ഉണ്ടായിരുന്നു. ഇതിനെ എല്ലാം കൂടി കൺട്രോൾ ചെയ്തത് രാജന എന്ന് പറയുന്ന ഒരു ലീഡറായിരുന്നു. ഇതായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഒക്യുപ്പേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ പാസ്ട്രൽ ആയിട്ടുള്ള നൊമാഡ്സ് ആയിരുന്നു. കന്നുകാലികളെ വളർത്തിക്കൊണ്ടിരുന്ന ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ സിറ്റീസിലല്ല ജീവിച്ചത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു IBC കാലഘട്ടം എന്ന് പറയുന്നത് സിറ്റീസാണ്, ഏർബൻ പ്ലാനിംഗ് ആണ്, എക്സെട്ര അല്ല, ടൗൺസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവർ സിറ്റീസിലല്ലായിരുന്നു ജീവിച്ചത്, റൂറൽ ഏരിയയിലുള്ള ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു. ഋഗ്വേദ എന്ന് പറയുന്ന നമ്മുടെ വേദത്തിൽ ഒരുപാട് ഒക്യുപ്പേഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർപ്പൻറ്റേഴ്സും ലെതർ വർക്കേഴ്സും അതുപോലെ തന്നെ ചാരിറ്റ് മേക്കേഴ്സും പോട്ടേഴ്സ്, വീവേഴ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് വേരിയസ് ഒക്യുപ്പേഷൻസ് ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ലാൻഡിൻ്റെ പേരിലുള്ള യുദ്ധങ്ങളൊന്നും ആയിരുന്നില്ല. അവിടെ എന്തിനെക്കുറിച്ചുള്ള യുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്നറിയോ? കൗവിനെ കുറിച്ചിട്ടുള്ള കോൺഫ്ലിക്ട്സ് ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഒക്യുപ്പേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഹൈറാർക്കി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. റാദർ ദാൻ ഒരു ബർത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ഡിവിഷനെക്കാട്ടിലും ഒക്യുപ്പേഷന് അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രേഡിനെ കുറിച്ച് IBCയിൽ ഒരുപാട് പരാമർശങ്ങളുണ്ടെങ്കിലും ഈ പറയുന്ന ഋഗ്വേദിക് ഏജിൽ ട്രേഡിനെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള എവിഡൻസസ് ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഗവിഷ്ടി എന്ന് പറയുന്നത് അന്ന് നടന്ന കൗവിൻ്റെ പേരിലുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ കൗവിൻ്റെ പേരിലുള്ള കോൺഫ്ലിക്റ്റുകളുടെ പേരായിരുന്നു ഗവിഷ്ടി. ഗവിഷ്ടികൾ നടന്നതായിട്ട് ഈ പറയുന്ന വേദങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിൽക്ക്മാൻ, ആ ഒരു പശു കറവക്കാരനെ പറയുന്ന പേരായിരുന്നു ദുദിത്ര എന്നുള്ളത്. ഈ വേർഡ്സൊക്കെ PYQs തന്നെ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഋഗ്വേദിൽ വേറൊരു ഒരു 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 എഴുത്തുണ്ട്. ദാറ്റ്സ് ഐ എം എ പോയറ്റ്, മൈ ഫാദർ ഈസ് എ ഫിസിഷ്യൻ, മൈ മദർ ഗ്രൈൻസ്
grain upon the stone, striving for wealth with varied plans, we follow our desires like cattle. എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേർത്ത് ബേസ്ഡ് ആയിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? മറ്റവിടെ നമ്മൾ ബ്രാഹ്മൺസ് ആ കുട്ടികളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ പൂജ ചെയ്യും. പിന്നെ ഏറ്റവും താഴെയുള്ളവർ പെസൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ദേ വിൽ ബി സ്ലേവ്സ്, ശൂദ്രാസ് ഒക്കെ, അല്ലെ? ക്ഷത്രിയാസ് എന്ന് പറയുന്നത് വാഴ്സ് ചെയ്യുന്നത്. സോ ബേർത്തിൻ്റെ ബേസ്ഡ് ഓൺ ബേർത്തിൻ്റെ ബേസിസിലായിരുന്നു പണ്ട് ഒക്യുപ്പേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒക്യുപ്പേഷൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മൊബിലിറ്റി വാസ് പോസിബിൾ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലോണം പഠിച്ചിട്ട് നല്ല രീതിയിൽ മേലേക്ക് വന്നതിന് ആ ഒരു സോഷ്യൽ ഹൈറാർക്കി വാസ് പോസിബിൾ. മെറിറ്റോറിയൽ ബേസ്ഡിൽ നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പോയിട്ട് ടീച്ചറാവാം. ബ്രാഹ്മിൻസിന് മാത്രമല്ല ടീച്ചറാവാൻ പറ്റുക. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻസ് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു. അതായത് കാർപ്പൻട്രി പഠിച്ച ഒരാളുടെ മകന് കാർപ്പൻട്രി തന്നെ ചെയ്യണം എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കാസ്റ്റ് അല്ലെങ്കിൽ കാസ്റ്റിനെ കുറിച്ച് പുരുഷ സൂക്തത്തിലാണ് കൂടുതലായിട്ട് പറയുന്നത്. അതായത് ഈ ശൂദ്ര എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് ഋഗ്വേദത്തിൻ്റെ 10ാമത്തെ ബുക്കിലാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ, ഈ ഒരു സംഭവം ഒക്കെ വന്നതും ഈ പറയുന്ന ആദ്യമായിട്ട് മെൻഷൻ ചെയ്തതും ഈ ഒരു ഋഗ്വേദത്തിലെ 10ാമത്തെ ബുക്കിലാണ്. അതുമാത്രമല്ല ഋഗ്വേദിക് സൊസൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും അതൊരു എഗാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റി. എഗാലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആയിട്ടുള്ള, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, ഒരു തരത്തിലും റിജിഡ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റിജിഡ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? ആ ടോപ്പ് ജോലി ചെയ്യുന്ന അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ആ ഒരു കുലത്തിൽ ജനിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. താഴോട്ട് വരുന്ന സമയത്ത് അവർക്ക് ഇത് ചെയ്യാനേ പറ്റില്ല, അവർക്ക് അമ്പലത്തിൽ കയറാൻ പോലും പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിതിൽ ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് മനസ്സിലാക്കുന്നത്. വിമൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവർ വളരെയധികം നല്ല ഹൈ പൊസിഷനുള്ള വിമൻസ് ആയിരുന്നു. അവർക്ക് അസംബ്ലീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ചില റിച്വൽസ് ഉണ്ട്, ചില റിലീജിയസ് റിച്വൽസിൽ ഭാര്യനെ അക്കമ്പനി ചെയ്യാതെ ചെയ്യാനേ പറ്റില്ലായിരുന്നു. ദാറ്റ് ഇസ് ദേ വർ ഗിവൻ പ്രോമിനൻറ്റ് റോൾ ഇൻ ഇറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈവൻ പോയറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് വിശ്വവര, ലോപമുദ്ര എന്ന് പറയുന്ന സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരികളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുമാത്രമല്ല സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ കല്യാണം കഴിക്കാനുള്ള എന്താ പറയുക, പോസിബിലിറ്റി പോലും ഉണ്ടായിരുന്നു. ചൈൽഡ് മാരേജ് അല്ലെങ്കിൽ സതി പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉള്ളതായിട്ടുള്ള ഇൻസ്റ്റൻസസോ അറിവോ നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല വിഡോ റീമാരേജും പോസിബിൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അനിയനെ കല്യാണം കഴിക്കാനുള്ള ഒരു ലെവറേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഈ പറയുന്ന അസംബ്ലീസിലൊക്കെ വിമൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? വിധാതയിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. സഭ എന്ന് പറയുന്ന ബ്രാഹ്മിൻസിന് മാത്രമുള്ള, അത് ബ്രാഹ്മിൻ മെൻ ആൻഡ് വിമൻ രണ്ടുപേർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു സഭ. സമിതി എന്ന് പറയുന്നത് വില്ലേജേഴ്സിൻ്റെ ഒരു അസംബ്ലി ആയിരുന്നു. അതിൽ പക്ഷേ ഓൺലി മെൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അസംബ്ലീസിനെ കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഈ ഋഗ്വേദ പീരീഡിൽ ഒരു റിലീജിയൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള പോളിതീസം ആയിരുന്നു ഉണ്ടായിരുന്നത്. പോളിതീസം എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ നാച്ചുറലിസ്റ്റിക് ആയിരുന്നു. കുറച്ചുകൂടെ എന്താണ് ഈ പറയുന്ന കാറ്റ്, മഴ, വെള്ളം, തണ്ടർ, അങ്ങനെയുള്ള നാച്ചുറൽ ഫോഴ്സസിനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്നത്തെ ആളുകൾ കൂടുതലും പേടിച്ചിരുന്നത് എന്തിനാണോ അതിനെയായിരിക്കും അവർ കൂടുതലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. അവർക്ക് ശരിക്കും അവരുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ഈ പറയുന്ന മഴയും വിൻഡും. അപ്പോൾ അവരുടെ കയ്യിൽ കൺട്രോൾ ഇല്ല, അതിനർത്ഥം അത് ദൈവമാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് ആ നാച്ചുറൽ ഫോഴ്സസ് ആണ് നമ്മുടെ ദൈവം എന്നുള്ളൊരു ആസ്പെക്റ്റിലൂടെ ആയിരുന്നിരിക്കണം അന്നത്തെ ജനം പോയിക്കൊണ്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു തരത്തിലുള്ള ടെമ്പിളിൻ്റെ റെഫറൻസസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഐഡലിൻ്റെ റെഫറൻസസോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അവിടെ മെയിലും ഫീമെയിൽ ഗോഡ്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തില്ല, ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു ഐഡൽ വേർഷിപ്പ് അങ്ങനെയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഏർലി വേദിക് ഏജിൽ പരാമർശമൊന്നും. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് റെയിൻ, ഈ പറയുന്ന വരുണൻ, അല്ലെ, ഈ പറയുന്ന എന്താ കാറ്റ്, ഇന്ദ്രദേവൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇന്ദ്രനായിരുന്നു മേജർ ഗോഡ്, ഏറ്റവും വലിയ നല്ല, അതായത് ഗോഡ് ഓഫ് റെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു ഇന്ദ്രനെ കണ്ടിട്ടായിരുന്നത്. ഇറ്റ് വാസ് വൺ ഓഫ് ദ മേജർ ഗോഡ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, അവരെ പുരന്തർ എന്നും മഗവൻ എന്നും അതുപോലെ വൃത്രഹൻ അങ്ങനെയുള്ള ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നത്. 250 ഹിംസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഋഗ്വേദത്തിൽ അദ്ദേഹത്തിന് വേണ്ടി, ഇന്ദ്രന് വേണ്ടിയിട്ടുള്ള 250 ഹിംസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പുരന്തർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർട്ടുകൾ പൊട്ടിക്കുന്ന, ബ്രേക്കർ ഓഫ് ഫോർട്ട്സ്, സ്ലെയർ ഓഫ് വൃത്രാസ് ഓർ ഖയോസ്, പൗണ്ട്യസ്, അങ്ങനെയുള്ള മീനിങ് ഒക്കെ ആയിരുന്നു ഈ പറയുന്ന ഇന്ദ്രന് കൊടുത്തത്. ഇന്ദ്രൻ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ദൈവമായിരുന്നു. ഇനി ബാറ്റിൽസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബാറ്റിൽസ് ഫോട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ബാറ്റിൽസ് ഒക്കെ എന്തിനാണ് ഫോട്ട് ചെയ്തതെന്ന് അറിയോ? കൂടുതലായിട്ട് കാറ്റിൽസിന് വേണ്ടിയിട്ടായിരുന്നു ബാറ്റിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ ആര്യൻസ് ഫോട്ട് ചെയ്തിട്ടുള്ളത് പ്രീ ആര്യൻസിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. പ്രീ ആര്യൻസ് ആരാണ്? പ്രീ ആര്യൻസ് പറഞ്ഞാൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളായിരുന്നു, മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അവരെ ദാസാസ്
അല്ലെങ്കിൽ ദാസ്യൂസ് എന്ന് വിളിക്കും. ദാസ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ട് ദാസന്മാർ അല്ലേ, സ്ലേവ് പോലുള്ള ആളുകൾ. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫീരിയർ ആയിട്ടാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ അവർ ഒരുപാട് പേരെ കൊന്നിരുന്നു. ദാസുഹത്യ അവിടെ കോമൺ ആയിരുന്നു. ദാസുഹത്യ എന്ന് പറഞ്ഞാൽ ദാസ്യൂസിനെ കൊല്ലുന്ന ഒരു കാര്യം അവിടെ മെയിനായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിനെ എന്താ പറയുക, അവർക്ക് ഒരു തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ദേ മേ ബി ദ ഇൻഡിജിനസ് പീപ്പിൾ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് അവരിൽ തന്നെ ബാറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ആര്യൻസിൻ്റെ ഉള്ളിൽ തന്നെ ബാറ്റിൽ നടന്നതിൻ്റെ തെളിവുണ്ട്. അതായത് 10 രാജാക്കന്മാർ തമ്മിൽ ഒരു അടി നടന്നതായിട്ട് അവർ കാണുന്നുണ്ട്. അത് ഒരു 10 ട്രൈബ്സ് തന്നെയായിരുന്നു. ദേ വർ ജസ്റ്റ് ഫോട്ട് ബിറ്റ്വീൻ ദി ട്രൈബ്സ്. അവരെ ദശരഥ്ഞ എന്നാണ് പറയുന്നത്. ആ ദശരഥ്ഞ തമ്മിലുള്ള ഒരു ഫൈറ്റ് നടന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ലാതെയുള്ള ഫൈറ്റെല്ലാം വന്നത് പറയുന്നത് കാറ്റൽസിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ്സ് ആണ്. കൂടുതലായിട്ടും ദാസാസും ദാസ്യൂസിനും വേണ്ടിയിട്ടുള്ള ഫൈറ്റ്സ് ആണ്. പിന്നെ മറ്റുള്ള ദൈവങ്ങൾ ആരൊക്കെയായിരുന്നു? അഗ്നി അല്ലേ, ഫയർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോഡാണ് ഫയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫയറിനെ ശരിക്കും മറ്റേ ഹെവൻ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മകനായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഈ പറയുന്ന അഗ്നിയാണ് ശരിക്കും ദൈവത്തിൻ്റെയും മാനിൻ്റെയും നടുക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ വരുണദേവൻ എന്ന് പറയുന്നത് ആരായിരുന്നു? വെള്ളത്തിൻ്റെ ദൈവനാണ് അല്ലേ, വെള്ളത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ കോസ്മിക് ഓർഡർ എല്ലാം കറക്റ്റായിട്ട് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന, ഋത എന്ന് പറഞ്ഞ കോസ്മിക് ഓർഡറാണ്. ആ കോസ്മിക് ഓർഡറിനെ കറക്റ്റായിട്ട് അപ്ഹോൾഡ് ചെയ്യുന്ന ഏറ്റവും എത്തിക്കലി ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു ദേവനായിട്ടാണ് വരുണനെ കണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളാർ ഡൈറ്റിയാണ് ഈ പറയുന്ന സാവിത്രി എന്ന് പറയുന്നത്. ഗായത്രി മന്ത്രത്തിലുള്ള പരാമർശമുണ്ട്. എറ്റേണിറ്റി, സ്ത്രീകൾ അതായത് ലേഡീസ് ആയിട്ടുള്ള ദൈവങ്ങളുടെ പരാമർശം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അതായത് എറ്റേണിറ്റിൻ്റെ ദൈവമാണ് അദിതി. അതുപോലെ തന്നെ സോളാർ ഡൈറ്റിയാണ് സാവിത്രി എന്ന് പറയുന്നത്. ഈ അദിതിനെയാണ് ശരിക്കും പറഞ്ഞാൽ മദർ ഓഫ് ദ ഗോഡ്സ് എന്നുള്ള കൺസെപ്റ്റിൽ മനസ്സിലാക്കുന്നത്. എല്ലാ ദൈവങ്ങളുടെയും അമ്മയായിട്ടാണ് അദിതിനെ കണക്കാക്കുന്നത്. ഇനി ടാക്സസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസസ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഇന്ന ഓഫീസർ വന്ന് ടാക്സ് കളക്ട് ചെയ്തു അങ്ങനെ ഒന്നും തന്നെ പറയുന്നേ ഇല്ല. എക്സെപ്റ്റ് എന്തുണ്ട്, വോളണ്ടറി പ്രസൻറ്റേഷൻ ഓഫ് പീപ്പിൾ ടു ലീഡർ എന്നുള്ള ഒരു സാധനം, ബലികളുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ബലികളുണ്ടായിരുന്നു. പിന്നെ വാർബൂട്ടി കിട്ടുന്ന സമയത്ത്, വാർബൂട്ടി എന്ന് പറഞ്ഞാൽ വാറൊക്കെ നമ്മൾ നടത്തി കഴിയുമ്പോൾ നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടുമല്ലോ. വാറിൽ നിന്ന് കുറേ ആളുകളിൽ നിന്ന് മറ്റേ കുറേ പൈസ കിട്ടാം, അല്ലെങ്കിൽ ഹൗസ് കിട്ടാം, വാട്ട് എവർ. അതിൽ നിന്ന് കിട്ടുന്ന ആ വാറിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവർ ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു? രാജാവിനും അതുള്ള ആളുകൾക്കും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ റെഫറൻസസ് എല്ലാം നമുക്ക് ഋഗ്വേദത്തിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ടെറിട്ടറീസ് ഉണ്ടാവും അല്ലേ, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസേഴ്സിന് വ്രജപതി എന്നാണ് പറയുന്നത്. വ്രജപതി എന്ന് പറയുന്നത് ദേ ആർ ദ ഓഫീസേഴ്സ് ഹു എൻഷോർഡ് വിത്ത് ഒരു ലാൻഡ് അല്ലേ, ഒരു പാസ്റ്റർ ഗ്രൗണ്ട് ഓൺ ചെയ്തിരിക്കുന്ന ആളുകളെ പറയുന്ന പേരായിരുന്നു വ്രജപതി. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ടേംസിൻ്റെ മീനിങ് എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ PVQs ഒരുപാട് വന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈ പറയുന്ന വേർഡ്സിൻ്റെ, ഈ പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡ്സിൻ്റെ ഒക്കെ മീനിങ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ബ്രാഹ്മണിക്കൽ ലാംഗ്വേജസിൻ്റെ ഒരു വളർച്ചയും കൂടി ഈ ഒരു ഏരിയയിൽ. കാരണം നമുക്കറിയാലോ ഋഗ്വേദം ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? സംസ്കൃതത്തിലാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ അവർ നോർത്ത് വെസ്റ്റിലൂടെ വരുന്നു, ഇവിടെ എല്ലാം സ്പ്രെഡ് ആവുന്നു. ഏർലി വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ് രണ്ടായിട്ട് നമ്മൾ ഇതിനെ തിരിക്കുന്നുണ്ട്. ഇതെല്ലാം അറിയേണ്ട കാര്യമാണ്. ഈ റിലീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? റിലീജിയനെ കുറിച്ച് നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. എന്താണ്, ഇന്ദ്രയും അഗ്നിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ദ്രനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, അഗ്നി സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പതിയെ എന്ത് സംഭവിച്ചെന്ന് അറിയോ, ഇവരുടെ എല്ലാം പ്രോമിനൻസ്, ഇവരുടെ എല്ലാം ആ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് എല്ലാം പതുക്കെ ഇല്ലാതെ ആവുകയാണ് ചെയ്തത്. എന്നിട്ട് ശരിക്കും അന്ന് വളരെ മൈനറായിട്ടുള്ള ശിവനും വിഷ്ണുവുമൊക്കെ പിന്നെ പതുക്കെ പ്രോമിനൻ്റ് ആയിട്ട് വരാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഡൈറ്റീസിൻ്റെ ബേസിസിലുള്ള ക്ലാസ്സസും കൂടി വരാനായിട്ട് തുടങ്ങി. അതായത് ഗോഡ് ഓഫ് കാറ്റിൽ എന്ന് പറയുന്ന പുഷൻ എന്ന് പറയുന്ന അങ്ങനെയുള്ള, അല്ലെങ്കിൽ ശൂദ്രൻ്റെ ദൈവത്തിന് പുഷൻ എന്ന് പറയുന്നു. ഇന്ന ആളുകൾക്ക്, ഇന്ന കാസ്റ്റുള്ളവർക്ക് മാത്രം ഇന്ന ദൈവം, അങ്ങനെയുള്ള രീതിയിൽ ഡിവിഷൻ ബിറ്റ്വീൻ ഗോഡ്, ദൈവങ്ങൾക്ക് ഡിവിഷൻ വരാൻ തുടങ്ങി. ഇന്ന ദൈവങ്ങളെ പ്രാർത്ഥിക്കാൻ ഇന്ന ഒരു സമുദായത്തിൽപ്പെട്ടവർക്കേ പറ്റുള്ളൂ, പുരുഷനെ പ്രാർത്ഥിക്കാൻ ആകെ ശൂദ്രന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരാനായിട്ട് റിലീജിയൻ ഒരു ആസ്പെക്റ്റിൽ വന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ യജുർവേദം, മന്ത്രവേദം, സമവേദം ഒക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വേദ കാലഘട്ടത്തിൽ. സോ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ലേറ്റർ വേദിക് സൊസൈറ്റി. ഇത് ലേറ്റർ വേദിക് സൊസൈറ്റിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് ഈ പറയുന്നത്. ഓക്കെ. സോ നമ്മൾ എന്ത് പറഞ്ഞു ഒന്നുകൂടെ പറയാം. ഇതുവരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏർലി വേദിക് ഏജ് ആയിരുന്നു. 1500 മുതൽ 1000 BC വരെയുള്ളതാണ്. ഈ ലേറ്റർ വേദിക് ഏജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന റിലീജിയൻസിനെല്ലാം പതുക്കെ സിഗ്നിഫിക്കൻസ് എല്ലാം നഷ്ടപ്പെടുന്നു. റിലീജിയൻസിനല്ല, ലൈക്ക് മുൻപ് പ്രോമിനൻ്റ് അല്ലാത്ത ദൈവങ്ങൾക്കെല്ലാം ഇപ്പോൾ വലിയ പ്രോമിനൻസ് വരുന്ന ഒരു സിറ്റുവേഷനായിട്ട് ലേറ്റർ വേദിക് ഏജ് മാറുകയാണ്. ഈ ലേറ്റർ വേദിക് സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ ലേറ്റർ വേദിക്കിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ബ്രാഹ്മിൻസ് അവരായിരുന്നു
പഠിത്തം, അതായത് വേദപഠനമാണെങ്കിലും പ്രീസ്റ്റ് ഇങ്ങനെ പിന്നെ പൂജ ചെയ്യുക, ഹോമം ചെയ്യുക, യജ്ഞങ്ങൾ നടത്തുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മിൻസാണ്. അതിന് താഴെ വരുന്ന ക്ഷത്രിയന്മാരായിരുന്നു രാജാക്കന്മാർ അല്ലെങ്കിൽ വാരിയേഴ്സ്, യുദ്ധം ചെയ്യുന്ന ആളുകൾ. അതിന് താഴെ വരുന്നതായിരുന്നു വ്യാപാരികളും അതുപോലെ ഭൂവുടമകളും എല്ലായിട്ടുള്ള വൈശ്യാസ്. അതിന് ഏറ്റവും താഴെ ശൂദ്രാസ് വന്നു. ശൂദ്രാസ് വളരെ കോമണേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ പെസൻസും സെർവൻസ് ഒക്കെ ആയിട്ടുള്ളവരായിരുന്നു ശൂദ്രാസ് എന്ന് പറയുന്നത്. വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഹൈറാർക്കി ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റിജിഡ് ആയിട്ടുള്ള സോഷ്യൽ ഹൈറാർക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? അവിടെ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവില്ല. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓക്കെ, ഞാൻ ഈ ഒരു ഇതിൽപ്പെട്ട ആളാണ്, സോ ഞാൻ കുറച്ച് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ പോയി ടീച്ചറാവാം. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീ ഇന്ന ശൂദ്ര വംശത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ദെൻ ദ എൻഡ്, യു കനോട്ട് ഗോ ഫോർ എനിത്തിങ് എൽസ്. അതുപോലെ തന്നെ ആ ഒരു ശൂദ്ര ആ ഒരു ഇതിലുള്ള ജോലികൾ മാത്രമേ നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഹൈറാർക്കി വന്നു. മുൻപ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. മുമ്പ് ഒക്യുപ്പേഷണൽ ബേസിസ് ആയിട്ടുള്ള കാര്യമാണ്, സോഷ്യൽ മൊബിലിറ്റി പോസിബിൾ ആയിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ലേറ്റർ വേദിക് ഏജിൽ വന്ന സമയത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ റെസ്ട്രിക്ഷൻസ് വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ഡിവിഷൻസ് വന്നു. 4 വർണ്ണാസ് നമ്മൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ് എന്ന് പറയുന്ന 4 ക്ലിയർ ഡിസ്റ്റിങ്ഷൻസ് വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിൻ്റെ പേരിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിധാത എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി അവിടെ നിന്ന് ഡിസപ്പിയർ ആയി. ഓക്കെ, സഭാ സമിതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വിമൻ്റെ ക്യാരക്ടേഴ്സ് നല്ല രീതിക്ക് ചേഞ്ച് ചെയ്തു. വിമൻ്റെ ഒരു, അതായത് ബ്രാഹ്മണിക്കൽ ഡിപ്ലോമസി ഒരു ഭയങ്കര സുപ്രമസി ആയിരുന്നു. വിമൺ എന്ന് പറയുന്നവരുടെ റോളൊക്കെ നല്ല രീതിയിൽ കുറയാൻ തുടങ്ങി. പതുക്കെ പതുക്കെ പാസ്റ്ററൽ സൊസൈറ്റി ആയിരുന്നു അല്ലേ, കന്നുകാലികളെ വളർത്തിക്കൊണ്ട് നടന്ന അവരായിരുന്നു, പാസ്റ്ററൽ സൊസൈറ്റീസ് ആയിരുന്നു. അതിൽ നിന്ന് അവർ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറി. അതുമാത്രമല്ല, ആദ്യമായിട്ട് രാഷ്ട്ര എന്ന് പറയുന്ന ഒരു ടേം അപ്പിയർ ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണെന്ന് പറയുന്നു. അതുമാത്രമല്ല, നമ്മൾ പറഞ്ഞു വാർ ഫോട്ട് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അത് എന്തിനു വേണ്ടി ഫോട്ട് ചെയ്തത്? പശുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഫോട്ട് ചെയ്തത്, അല്ലാതെ ടെറിട്ടറീസിന് വേണ്ടി അല്ലായിരുന്നു ഫോട്ട് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സമയമൊക്കെ ആയ സമയത്ത്, ലേറ്റർ വേദിക് ഏജ് ആയ സമയത്ത് പതുക്കെ പതുക്കെ ടെറിട്ടറിയൽ കിങ്ഡംസ് മെല്ലെ എമേർജ് ചെയ്ത് തുടങ്ങാനായിട്ട് തുടങ്ങി. അതായത് ടെറിട്ടറീസ് വന്നു തുടങ്ങി. കിങ്ഡംസ് എന്ന് പറയുന്നത് വാർ എന്ന് മുൻപ് ഫോട്ട് ചെയ്തത് കെറ്റിൽസിനാണെങ്കിൽ ഇപ്പോൾ വാർ ഫോട്ട് ചെയ്യുന്നത് എന്തിനാ? ടെറിട്ടറിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ട്രൈബൽ ആയിരിക്കുന്ന ഒരു സൊസൈറ്റിൻ്റെ ഉള്ളിൽ കുറേ ഡിവിഷൻസ് വന്നു. അതുപോലെ തന്നെ വർണ്ണ ഡിവൈഡ് ചെയ്തു. സൊസൈറ്റിനെ വർണ്ണ പതുക്കെ പതുക്കെ ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ഒരുപാട് യജ്ഞങ്ങൾ കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആരാണ് പ്രോമിനൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന? ബ്രാഹ്മിൻസ് ആയിരിക്കും ചെയ്യുക. അശ്വമേധ യാഗമുണ്ട്, വാജപേയമുണ്ട്, രാജസൂയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള എന്താ പറയുക യജ്ഞങ്ങൾ ഫോം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ രാജാവിനെ രാജാവായിട്ട് യുനോ പ്രൊക്ലെയിം ചെയ്യുന്ന സമയത്തുള്ള യജ്ഞങ്ങൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരാ ചെയ്യുക? ബ്രാഹ്മിൻസ് ആണ് ചെയ്യുക. അതുമാത്രമല്ല, അശ്വമേധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോഴ്സിനെ അങ്ങനെ വിടും, കെട്ടയിച്ചു വിടും. ആ ഹോഴ്സ് ഏതൊക്കെ ടെറിട്ടറിയിൽ പോകണോ ആ ടെറിട്ടറി എല്ലാം ഈ ഹോഴ്സിൻ്റെ രാജാവിന് സ്വന്തമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയിട്ട് ആ ഹോഴ്സിനെ ആ രാജാവ് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടെറിട്ടറിയും ഈ പറയുന്ന രാജാവും തമ്മിൽ യുദ്ധമാവും. എന്നിട്ട് ഇതിൽ ആര് ജയിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ പോകുക. ഇത് മാത്രമല്ല, അന്നത്തെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞത്, കൗവിനെ അവർ വലിയ സീക്രട്ടായിട്ട് കരുതുമെങ്കിലും കൗവിനെ സാക്രിഫൈസ് ചെയ്യും. കൗവിനെ ബലി കൊടുക്കുന്ന പരിപാടി, ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കുന്ന പരിപാടി വളരെ കോമൺ ആയിരുന്നു. അശ്വമേധയെക്കുറിച്ച് ചെറിയൊരു വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻഡ് ആയിട്ടുള്ള കൺട്രോൾ ഓവർ ആൻ ഏരിയ ആണ് അവിടെ വരുന്നത്. ഒരു റോയൽ ഹോഴ്സ് ഇങ്ങനെ ഓടിപ്പോവും, അത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഓടി നടക്കും. ആ ഏരിയ എല്ലാം രാജാവിൻ്റെ സ്വന്തമാവും. ആരെങ്കിലും ഈ ഒരു കുതിരനെ പിടിച്ച് തടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും, ആ ഒരു ഏരിയ ആയിട്ട് യുദ്ധം നടക്കും. എന്നിട്ട് ആര് ജയിക്കുന്നോ അവരുടെ കയ്യിലായിരിക്കും ഈ പറയുന്ന ടെറിട്ടറി പോവുക. രാജസൂയ എന്ന് പറയുന്നത് ഈ പറയുന്ന രാജാവിനെ എന്താണ് ഒരു കൺഫറിയാണ്, സുപ്രീം പവറായിട്ട് രാജാവായിട്ട് അവരോധിക്കുന്ന ഒരു ചടങ്ങിനെയാണ് രാജസൂയ എന്ന് പറയുന്നത്. വാജപേയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാരിയറ്റ് റേസ് ആണ്. അവിടെ റോയൽ ചാരിയറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെങ്ത്തിനെ മീൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇറ്റ് ജസ്റ്റ് മീൻസ് ഡ്രിങ്ക് ഓഫ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. അതായത് ഒരു ചാരിയറ്റ് റേസ് ആണ്. അവിടെ റോയൽ ചാരിയറ്റ് വാസ് മെയ്ഡ് ടു വിൻ അഗെയിൻസ്റ്റ് ഓൾ ദ കിങ്സ്മാൻ. ആ ഒരു കൺസെപ്റ്റിനെയാണ് വാജപേയ എന്ന് പറയുന്നത്. സോ ഒരുപാട് സാക്രിഫൈസസ്, ഒരുപാട് ബ്രാഹ്മിൻസിൻ്റെ പവർ നല്ല രീതിയിൽ കൂടുക. അവർ ആരെ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യും, അവരെന്ത് പറഞ്ഞാലും ചെയ്യും. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും വരുന്നത്. സോ ഇങ്ങനെയുള്ളൊരു അവസ്ഥയാവുന്ന സമയത്ത് ശൂദ്രനെ എഫക്റ്റ് ചെയ്യില്ല. ബ്രാഹ്മിൻസിനാണ് സുപ്രമസി ഉള്ളത്. വിമണ്ണെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ വൈശ്യസിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിന് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഇനി കമ്മിങ് വീഡിയോസിൽ നോക്കുന്ന 2 കാര്യങ്ങളാണ് ശരിക്കും അവിടുത്തെ ഒരു ബുദ്ധിസം അതുപോലെ തന്നെ ജൈനിസം എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പതുക്കെ എമേർജ് ചെയ്യുന്നത് ഈ പറയുന്ന വേദിക് ഏജിൻ്റെ ബ്രാഹ്മണിക്കലായിട്ടുള്ളൊരു സുപ്രമസിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നടന്നത്. ഓക്കെ, പിന്നെ അവിടുത്തെ ഒരു പോട്ടറിൻ്റെ കാര്യം കൂടി മനസ്സിലാക്കുക. ഗ്രേ വെയർ പോട്ടറി ആയിരുന്നു. നമ്മൾ നേരത്തെ നോക്കിയത് എന്താ? റെഡും അതുപോലെ തന്നെ ബ്ലാക്ക് വെയർ പോട്ടറി IVC കാലഘട്ടത്തിൽ നോക്കിയെങ്കിൽ ഇവിടെ വന്നിട്ട് ഗ്രേ വെയർ ആയിട്ടുള്ള പെയിൻറ്റഡ് ഗ്രേ വെയർ ആണ് മെയിനായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ശരിക്കും അതിന് ആ സമയമായപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കവറി നടന്നു. അയേൺ കണ്ടുപിടിച്ചു. IVC കാലത്ത് എന്ത് വരെ ഉണ്ട്? കോപ്പർ ഉണ്ട് അറിയാം, അതുപോലെ തന്നെ ബ്രോൺസും ഉണ്ട്. അയേൺ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അയേൺ കണ്ടുപിടിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ?
അയൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ വെട്ടി നിരപ്പാക്കാം. ഒരുപാട് ഈ പറയുന്ന ഈ നോർത്ത് വെസ്റ്റിലേക്കൊക്കെ ആക്സസ് ഉണ്ട്, നോർത്ത് വെസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ നോർത്ത് ഈസ്റ്റ് ഏരിയാസ് ഒന്നും അവരെന്ത് ചെയ്യില്ല, കവർ ചെയ്യുന്നില്ല, റൈറ്റ്. പക്ഷേ ഈ അയൺ കണ്ടുപിടിച്ചതോടെ ഓൾറെഡി അങ്ങനെയുള്ള പോസിബിലിറ്റീസും കൂടി വന്നു. ഈ അയണിനെ കൃഷ്ണ അയേഴ്സ് അല്ലെങ്കിൽ ശ്യാമ അയേഴ്സ് എന്നാണ് പറയുക. ബിക്കോസ് ഇറ്റ് ഇസ് ഒരു ബ്ലാക്ക് മെറ്റലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അയണിനെ അങ്ങനെയായിരുന്നു പറഞ്ഞത്. സോ അത്രയേ ഉള്ളൂ വേദിക് ഏജിനെ കുറിച്ച് ഒരു ചെറിയ ലെക്ചർ ആയിരുന്നു. ഇനി നമുക്ക് അപ്കമിങ് വീഡിയോസിൽ ബുദ്ധിസം ജൈനിസം എങ്ങനെ പോപ്പുലറായി, വേദിക് ഏജിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് ഈ പറയുന്ന പുതിയ ഫോംസ് ഓഫ് യുനോ ബ്രാഹ്മൺസിൻ്റെ ഒരു സുപ്രമസി കുറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്, അതെങ്ങനെ നീങ്ങുന്നത് നമുക്ക് വരുന്ന ലെക്ചേഴ്സിൽ കാണാം. താങ്ക് യു.